പലിശയോടൊക്കെ ലാഘവ നിലപാടാണ് നമുക്കുണ്ടായിരുന്നത്. ഈ പലിശ തിന്നുന്ന ആളെക്കുറിച്ച് അള്ളാഹു യുദ്ധം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അള്ളാഹു ഒരാളോട് യുദ്ധം പ്രഖ്യാപിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അയാൾ ഈമാനില്ലാതെ മരിക്കും എന്നാണ്. പലിശയിലൂടെയുള്ള ഒരു ദിർഹം 30 വ്യഭിചാരത്തിനേക്കാൾ കടുപ്പമാണ് എന്ന് വരെ ഇസ്ലാം പറയാനുള്ള കാരണം അത്രയും വലിയ തെറ്റായതുകൊണ്ടാണ്. അതൊക്കെ ഇങ്ങനെ ഗൗരവം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കിട്ടിയെടുത്തു നിന്നൊക്കെ ഫുഡ് കഴിക്കുക, കിട്ടിയെടുത്തു നിന്നൊക്കെ ചിക്കൻ വാങ്ങുക, എല്ലാ ചിക്കൻ റോളും നമുക്ക് കഴിക്കാനുള്ളതാണെന്ന് വിചാരിക്കുക എന്നുള്ളത് നമുക്ക് പറ്റൂല. എല്ലാ ഹോട്ടലും നമുക്കുള്ളതല്ല. നമുക്കൊരു സൂക്ഷ്മത ഉണ്ടാവണം ജീവിതത്തിൽ. നമ്മളുടെ മക്കൾ കഴിക്കുന്ന ഫുഡ് പ്യുവർ ഹലാലായിരിക്കണം. ഈ ഹലാലല്ലാത്ത ഫുഡ് വയറ്റിലെത്തിയാൽ 3 പ്രശ്നങ്ങളാണ് ആദ്യഘട്ടത്തിൽ വരിക. ആദ്യഘട്ടത്തിൽ അത് വരും. ഒന്നാമത്തെ പ്രശ്നം സൂഉൽ ലന്നി ബിൽ മുഅ്മിനീൻ. എല്ലാവരെ കുറിച്ച് ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും. അയാൾ ശരിയില്ല, ഇയാൾ നല്ല ആളല്ല, അയാളെ എനിക്കധികം കണ്ടുകൂടാ, മൂപ്പര് കുറച്ച് പൈസൻ്റെ ആളാണ്, മൂപ്പര് ഈ സ്റ്റേജ് ഭയങ്കരമായിട്ട് കയറണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ്, മൂപ്പര് ഉസ്താമാരെ ഫോട്ടോ എടുക്കാൻ, ഞാനങ്ങനെയൊന്നല്ല. ഇങ്ങനെ ബാക്കിയുള്ള എല്ലാവരും നേരത്തിലും മൂപ്പര് മാത്രം സുഹൃത്തിലായിരിക്കും. അകത്ത് ഹലാലല്ലാത്തത് വയറ്റിലെത്തിയാൽ എല്ലാവരെ കുറിച്ച് മൂപ്പർക്ക് മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും. ഒരാളും നല്ലാതെ ഉണ്ടാവില്ല ലോകത്ത്, മൂപ്പരുണ്ടാവും നല്ല ആളായിട്ട്. ഇതിനെക്കുറിച്ച് മാത്രം ഒരു കിതാബുണ്ട് ഷെഹറാനി മാമന്, അൽ മൻഹജുൽ മുത്തഹർ എന്നാണ് ആ കിതാബിന്റെ പേര്. ആ കിതാബിന് വേറൊരു പേര് കൂടിയുണ്ട്, തതഹുറുൽ ജിസ്മി വൽ ഫുആദ് മിൻ സൂഇൽ ലന്നി ബി അഹദിൻ മിനൽ ഇബാദ് എന്നാണ് ആ കിതാബിന്റെ പൂർണ്ണമായ പേര്. ആരും തെറ്റിദ്ധരിക്കരുത്. അതിന് പ്രശ്നം ഫുഡ് ഹലാലല്ലാത്ത കഴിക്കുമ്പോഴാണ്. ഹലാലല്ലാത്ത